ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ആയല്ലേ ഞാൻ വീഡിയോ എടുത്തിട്ട്? അതെ, കുറേ ആയി. കുറച്ച് ഓഫീസ് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഒരു പുതിയ സർപ്രൈസൊക്കെ ആയിട്ട് വന്നതാണ്. എനിക്ക് പോവില്ല, എനിക്ക് മാത്രമല്ല, അച്ഛനുണ്ട് ഇവിടെ. അച്ഛനും ഞാനപ്പോൾ വീട്ടിൽ ക്വാറൻറ്റൈനിൽ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്തല്ല, പക്ഷേ ഞങ്ങളിവിടെ ഒരു ചെറിയ ഇൻക്യുബേറ്ററൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിൽ കോഴിക്കുഞ്ഞുങ്ങൾ ആദ്യത്തെ ട്രിപ്പ് വിരിഞ്ഞു. അപ്പോൾ ഞാൻ അവരെ കാണിച്ചു തരാം. ലൈറ്റ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് വിരിഞ്ഞു. അവരിപ്പോൾ വിരിഞ്ഞിട്ട് 20 ദിവസമായി. പക്ഷേ എനിക്കിപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചിട്ട് ഒരു ദിവസമേ ആവുന്നുള്ളൂ. വെച്ചാൽ ഇന്നലെയാണ് അച്ഛനും പനിച്ചു, എനിക്കും പനിച്ചപ്പോൾ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ കോവിഡ് പോസിറ്റീവാണെന്ന് അറിഞ്ഞു. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഞാനും അച്ഛനും മാത്രം അടിയിൽ നിന്ന് അപ്പോൾ വള്ളിയൊക്കെ കെട്ടിയിട്ടാണ് നമുക്കിപ്പോൾ ഫുഡ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ ബാച്ച് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. ഒച്ചയൊക്കെ കേട്ട് തുടങ്ങി. അപ്പോൾ നമുക്ക് അവരൊന്ന് നോക്കാം. അപ്പോൾ അവർക്ക് വേണ്ടി നേരത്തെ തന്നെ ബോക്സൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നന്നായി. ഇപ്പോൾ വിരിഞ്ഞുകൊണ്ട് വിരിക്ക് നേരെ മാറ്റാൻ പോവുകയാണ് അവരെ. അപ്പോൾ അതെ, ഇതുണ്ടോ സെറ്റ് ചെയ്തേക്കുക. ഒരു ബൾബ് വെച്ചിട്ടുണ്ട്, ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. പിന്നെ ഫുള്ളി മറ്റേ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഫുൾ ഭാഗം ഒട്ടിച്ചേക്കാണ്, മറ്റേ ഉറുമ്പോളൊന്നും വരാതിരിക്കാൻ വേണ്ടി. നമുക്കിതൊന്ന് ലൈറ്റ് കത്തിച്ച് നോക്കാം. ഒരു മിനിറ്റ്. യെസ്. അപ്പോൾ അത് കുത്തിക്കഴിഞ്ഞു. ഇനി ലൈറ്റ് ഉണ്ടോ നോക്കാം. അപ്പോൾ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് പോവാം. പുതിയ ബാച്ച് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്, എന്തൊക്കെ സ്ഥിതി, ഏതൊക്കെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് വെച്ചേക്കുന്നത് കാടമുട്ട വെച്ചിട്ടുണ്ട്, ഫാൻസി കോഴിയുടെ മുട്ട വെച്ചിട്ടുണ്ട്, സാധാ നമ്മുടെ ഗിരിരാജൻ കോഴിയുടെ മുട്ടയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ കോഴിക്കുഞ്ഞുങ്ങളെ വിരിഞ്ഞാന്ന് എനിക്ക് അറിയത്തില്ല കൃത്യമായിട്ട്. നോക്കാം. ഇത് കണ്ടിട്ട് നിങ്ങൾ നടണ്ട. ഇത് ഞാൻ തന്നെ സ്വയം നിർമ്മിച്ചതാണ്. നമ്മുടെ M4 ചേട്ടൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഞാനൊരു കണക്കിന് അങ്ങനെ സൃഷ്ടിച്ചു. ഹായ്, ഹലോ. അപ്പോൾ ഇതിൻ്റെ ഇതാ നല്ല ഭംഗിയുള്ള 6 കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഈ വെള്ള കാണുന്നതാണ് നമ്മുടെ സാധാ ഗിരിരാജൻ കോഴിയുടെ കുട്ടികൾ. ഈ 3 ബ്ലാക്ക് കാണുന്നത് ഫാൻസി കോഴിയുടെ കുട്ടികളാട്ടോ. അപ്പോൾ നമുക്ക് ഇവരെ പതുക്കെ ഇങ്ങനെ ഒന്ന് മാറ്റാവേ ഇവിടെ നിന്ന്. വായു, വെൽക്കം ടു ദി ന്യൂ വേൾഡ്. ഇതിലോട്ട് മാറ്റുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാനുണ്ടല്ലോ. ഓക്കെ, ഇവര് ഭക്ഷണം കഴിക്കണമെങ്കിൽ അവർക്ക് ആദ്യം എന്താ ഭക്ഷണം എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അത് നോട്ടീസ് ചെയ്യാൻ വേണ്ടി വെള്ള പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ, അപ്പോൾ അതിൽ ഫസ്റ്റ് തീറ്റിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എന്നാലേ അവർക്ക് ഈ ഫുഡ് ഏതാണെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ നമ്മളൊരു പാത്രത്തിൽ വെച്ച് ഫുഡായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവായിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഈ പേപ്പർ വിരിച്ചിട്ടിട്ട് അതിൽ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഇട്ട് നോക്കാം. എനിക്കറിയാം ഇതൊന്നും ചവിട്ടാൻ പാടില്ലെന്ന്, പക്ഷേ ഒറ്റ കൈ കൊണ്ട് ക്യാമറയെ മറ്റേ കൈ കൊണ്ട് ചെയ്യുന്നുണ്ടാട്ടോ. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടോ.
ഏകദേശം കുഴപ്പമില്ലാത്ത പക്ഷേ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ ഭംഗിക്കൊന്നല്ല, ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ പതുക്കെ ഓരോന്നേരമായിട്ട് മാറ്റാം. അയ്യോ അയ്യോ അയ്യോ, നല്ല ക്യൂട്ട് കേട്ടോ ഒരു. അയ്യോ ഇവന്മാർ കുഞ്ഞന്മാരാ, അത്ര വലിപ്പമൊന്നുമില്ല. അപ്പോൾ രണ്ടുപേരെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം. അതിൻ്റെ ഒരു കുറച്ചുകൂടി വലിപ്പമുണ്ട്. സിമ്പിളായിട്ട് എടുക്കാൻ പഠിച്ച്. അപ്പോൾ നമ്മുടെ കുഞ്ഞന്മാർ പുതിയ കൂട്ടിൽ സുഖമായിട്ടിരിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ അവർക്ക് കുറച്ച് വെള്ളമൊക്കെ കുടിക്കണം എന്നുണ്ട്. അപ്പോൾ ഇനി വെള്ളമൊക്കെ ചെറുതായിട്ട് വെച്ച് കൊടുക്കാം. നമുക്കൊരു ചെറിയൊരു പാത്രത്തിൽ വെക്കണ്ട, നമുക്ക് പാത്രത്തിൻ്റെ ഒരു മൂടി ഉണ്ട് ഇവിടെ, മൂടിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ പാത്രത്തിൻ്റെ മൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ വെള്ളം വെച്ച് കൊടുക്കാം. എന്ന് വെച്ചാൽ ഇത്രയും ഹൈറ്റ് ഞാൻ എടുത്തേക്കണമെന്ന് കാരണം എന്ന് വെച്ചാൽ അവരിപ്പോൾ നടക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അവർക്ക് വെള്ളത്തിന് ആവശ്യം വരുമ്പോൾ ജസ്റ്റ് വെള്ളം ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയ പാത്രം വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ പാത്രം ഇതിൽ വെച്ചിട്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് കുടിക്കണ്ടോന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് വെള്ളം കുടിച്ച് തുടങ്ങി കേട്ടോ. ഓരോരുത്തരായിട്ട് വെള്ളം കുടിച്ച് തുടങ്ങി. അയ്യോ, നിങ്ങൾക്ക് കാണുന്നില്ലല്ലേ, ഞാൻ സൂം ചെയ്ത് തരാം. അങ്ങനെ നമ്മുടെ കോഴിക്കുട്ടന്മാർ ആദ്യമായിട്ട് വെള്ളം കുടിക്കുകയാണ്. വെള്ളത്തിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു തുടങ്ങിയവർ കുറച്ച് പേടിയൊക്കെ ഉണ്ട് അവർക്ക്. വെള്ളമൊക്കെ കുടിച്ചു ഏകദേശം. അപ്പോൾ അവരിനി റെസ്റ്റ് എടുക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഞാൻ ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ സെറ്റ് ചെയ്തൊക്കെ എങ്ങനെയാണ്. ഇത് കണ്ടോ, ഫുൾ കാർഡ്ബോർഡ് ബോക്സിൻ്റെ അകത്ത് ഫുള്ളി തെർമോക്കോൾ വെച്ച് സെറ്റ് ചെയ്തേക്കാണ്. അതിൻ്റെ അകത്ത് 3-4 മരത്തിൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ട് ഒരു സ്റ്റാൻഡ് പോലെ തട്ട്, മറ്റേ ഗ്രില്ലിൻ്റെ തട്ടടിച്ചിട്ട് അതിൻ്റെ മുകളിൽ തുണി വെച്ചേക്കാണ്. തുണി വെച്ച് മെത്ത പോലെ സെറ്റ് ചെയ്തേക്കുക. എന്നിട്ട് ബൾബ് വെച്ച് ഒരു ഫാൻ വെച്ചിട്ട് ഈ ഹോട്ട് എയർ ഇതിൻ്റെ അകത്ത് സർക്കുലേറ്റ് ചെയ്യുക. ആക്ച്വലി ഇത് ഹോട്ട് എയർ മാത്രം ആവാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളം വെച്ചിരുന്നത്. അപ്പോൾ ഒരു ഹ്യൂമിഡിറ്റി ലെവലിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തേക്കുന്നത് ഏകദേശം 35 തൊട്ട് 37 വരെയാണ്. അതായത് അമ്മക്കോഴിയുടെ അകത്ത് അമ്മക്കോഴി വെക്കുമ്പോൾ അമ്മക്കോഴിയുടെ അടിയിലെ ചൂട്, അതാണ് നമ്മൾ ഇതിനകത്ത് വെച്ചേക്കണേ ചൂട് സെറ്റ് ചെയ്തേക്കണത്. ഇപ്പോൾ ഈ മുട്ടയുടെ തൊണ്ടൊക്കെ നമുക്കൊന്ന് മാറ്റണം, എന്നാലേ അടുത്ത കോഴി മുട്ടയൊക്കെ നമുക്ക് വിരിയുമ്പോൾ ഒരു സുഖം ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ കാടമുട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ കാടമുട്ട വെച്ചതിൽ ഇപ്പോൾ ആകെ നമുക്ക് 2 കോഴി മറ്റേ കാടമുട്ട കുട്ടികളെ കിട്ടിയുള്ളൂ. അതിൽ ഒരെണ്ണം ചത്തുപോയി. അതുപോലെ തന്നെ കോഴിമുട്ട വെച്ചതിൽ എല്ലാ കോഴിക്കുട്ടികളെയും കിട്ടി, പക്ഷെ ഒരെണ്ണം മാത്രം ചത്തുപോയി. ഇതിപ്പോൾ പുതിയ സെറ്റ് വെച്ചേക്കാണ്. ഇതിപ്പോൾ ഇതിൽ ഇനി ഒരു 3-4 വിരിയാനുണ്ട്. ബാക്കിയൊക്കെ പുതിയ കോഴിമുട്ടയാണ് വെച്ചേക്കണം. ഇപ്പോഴത്തെ സൈഡിൽ വെച്ചേക്കണം. ഈ ഇരിക്കണതൊക്കെ പുതിയ കോഴിമുട്ടയാണ്. നമ്മൾ കരിങ്കോഴിയുടെ മുട്ട ഒന്ന് വെച്ച് വിരിച്ച് നോക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി വെച്ചേക്കാണ്. അപ്പോൾ അവരുടെ വിശേഷമൊക്കെ അറിഞ്ഞല്ലോ.
എൻ്റെ വിശേഷം അറിയാം നാളെ. അപ്പോൾ ഇതേ സമയത്ത് നാളെ എൻ്റെ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നാളെ വരേക്കും ബൈ.